السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാന്യരായ ഉസ്താദ് പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്തിനു വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്ന സലീം ഫൈസി ഉസ്താദ് അടക്കമുള്ള മറ്റ് ഹാജിമാർ, ഹജ്ജുമ്മമാർ, സ്ഥാപനത്തിൻ്റെ മാനേജർ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, മുത്താലിമീങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അവൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹാജിമാർ ഹജ്ജ് യാത്രയ്ക്കുള്ള തകൃതിയായ ഒരുക്കങ്ങളിലാണ്, ഹജ്ജിന്റെ പുറപ്പാടിലാണ്. ഒരുപാട് ഹാജിമാർ പരിശുദ്ധമായ ഹറം ശരീഫിൽ എത്തിക്കഴിഞ്ഞു. അവർ ആ പുണ്യനാട്ടിൽ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പരിശുദ്ധമായ നാട്ടിൽ അവർ അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക്, ആഖിറത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ നിരതരായി കഴിയുകയാണ്. അള്ളാഹു എല്ലാവരെയും കാക്കുമാറാവട്ടെ. ഹജ്ജ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമാണത്. നേരത്തെ മാനേജർ നമ്മുടെ മുസ്തഫ സക്കാഫി ഉസ്താദോട് സൂചിപ്പിച്ചതുപോലെ, ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ചത്, അവന്റെ ഉമ്മ പ്രസവിച്ച് ഈ ലോകത്തേക്ക് അവന് ജന്മം നൽകുന്ന ദിവസത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധി പോലെയുള്ള പരിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു അമലാണ് ഹജ്ജ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ മനുഷ്യൻ പരിശുദ്ധനാകുന്ന അമലാണ് ഹജ്ജ്. മഹാന്മാരായ പണ്ഡിതന്മാര് ഈ അമലിന് ഹജ്ജ് എന്ന് പേര് വന്നതിനെ പറ്റി തന്നെ ചർച്ച നടത്തുന്നുണ്ട്. 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അമലിന് പേര് വെച്ചത്. ഹജ്ജ്, ഹാവും ജീമുമാണ് ഈ അമലിന്റെ പേര്. ഹാ എന്ന് പറഞ്ഞാല് ഹലീം എന്ന പടച്ച തമ്പുരാന്റെ പേരിലേക്ക് സൂചിപ്പിക്കുന്ന അക്ഷരമാണതെന്നും, ജീമ എന്ന അക്ഷരം ജരീം എന്ന അടിമയുടെ സ്വഭാവത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറ്റവാളിയായ ഒരു അടിമ റബ്ബാകുന്ന അവന്റെ ഹലീമായ, കാരുണ്യവാനായ, കരുണക്കടലായ റബ്ബിന്റെ ദർബാറിന്റെ മുമ്പിൽ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാകുന്നു ഹജ്ജ് എന്നാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഹജ്ജിനെ പറ്റി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മക്കൾ, മുതാലിമീങ്ങൾ, അതൊക്കെ പഠിക്കാനുള്ളതാണ്. അല്ലാഹു പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹജ്ജിന് പോകുന്ന ഹാജിമാരെ എല്ലാവരും ധാരാളം പഠന ക്ലാസുകളിൽ പങ്കെടുത്ത ഹജ്ജിനെ പറ്റിയുള്ള ഒരുപാട് മഹാത്മ്യങ്ങളും അതിന്റെ പ്രാധാന്യങ്ങളും പരിശുദ്ധ ഹറം ശരീഫുകളിൽ നമ്മൾ എത്തിച്ചെന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാനൊരു കാര്യം നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ, പരിശുദ്ധമായ മദീന മുനവ്വറ. ഇതിനോളം പ്രാധാന്യമുള്ള ഒരു ലോകത്തും ഒരു നാട്ടിലും ഒരു മനുഷ്യന് എത്താനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ഹജ്ജിനെത്തിച്ചേരുന്നത്. ആ നാട്ടിൽ നിലകൊള്ളുന്ന പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ നിലകൊള്ളുന്ന പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം എന്ന പള്ളി, ഇവിടെ ശ്രദ്ധിക്ക്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം എന്ന പള്ളി, ആ പള്ളിയോളം പ്രാധാന്യമുള്ള ഒരു പള്ളിയും ദുനിയാവിൽ ഒരിടത്തുമില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാണാവള്ളിയിലെ പള്ളിയില്, അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് സ്ഥലത്തുള്ള പള്ളിയില്, മസ്ജിദുൽ നബവി മദീനത്തെ പള്ളി, മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി, ഈ 2 പള്ളിയല്ലാത്ത ദുനിയാവിലെ ഏത് പള്ളിയിൽ വെച്ചിട്ട് 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന കൂലിയാണ് മസ്ജിദുൽ ഹറാം എന്ന പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ പള്ളിയിൽ വെച്ച് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു തആല ഓഫർ ചെയ്തിരിക്കുന്നത്. അല്ലാഹു നമുക്കും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കും ധാരാളം ജീവിതത്തിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പുണ്യമായ പള്ളി, ആ പള്ളിയോളം പ്രാധാന്യമുള്ള ഒരു പള്ളിയെ മുസ്ലിമീങ്ങൾക്ക് പറയാനില്ല. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് അല്ലാഹു തആല പള്ളിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം.
സൂറത്തുൽ ഹജ്ജിന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ വെച്ച് ആരെങ്കിലും ഒരു വേണ്ടാത്തരത്തെ, ഒരു മോശത്തരത്തെ മനസ്സിൽ ചിന്തിച്ചു പോയാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, അവനെ വേദനാജനകമായ ശിക്ഷ കൊണ്ട് നാം ശിക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ എത്ര പേടിക്കണം നമ്മൾ മസ്ജിദുൽ ഹറാമിനെ പറ്റി, എത്ര പേടിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അദബ് പാലിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ദുർബലരാണ്, ഈമാനികമായി നമ്മൾ വളരെ ബാക്കിലാണ്. ഞാന് ഒരുപാട് കഥകളൊക്കെ ആ വിഷയത്തിൽ മഹാന്മാരായ കേരളീയ പണ്ഡിതന്മാരുടെ കഥകൾ തന്നെ കേട്ടിട്ടുണ്ട്. കേട്ടാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളുടെ മുഴുവൻ ഏകദേശം ഗുരുവര്യനായ മഹാനായ മൗലാന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ, നമുക്ക് അല്ലാഹു ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യരുത് എന്ന ശുഷ്കാന്തിയോടെ ജീവിച്ചു പോയ മൗലാന കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയിട്ട് കഴിഞ്ഞ വർഷം മസ്ജിദുൽ ഹറാമിന്റെ ഓരത്തുള്ള ലോഡ്ജിൽ വെച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളുടെ അമീർ ഉസ്താദ് പറഞ്ഞു, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുള്ള ഒരു ലോഡ്ജില് മഹാനായ മൗലാന കണ്ണിയത്ത് ഹജ്ജിന് വന്നാൽ കഅബയുടെ ചാരത്തേക്ക് പോകാറ് പോലുമില്ല. കാരണം മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കഅബയുടെ പരിസരത്തുള്ള അദബ് പാലിക്കാൻ കഴിയില്ലയോ എന്ന് പേടിച്ചിട്ട് മൗലാന കണ്ണിയത്ത് ഉസ്താദ് ലോഡ്ജിന്റെ ഉള്ളില് കഅബയുടെ ദിശ എങ്ങോട്ടാണോ ആ ദിശയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കലേ പതിവുള്ളൂ, കഅബയുടെ പരിസരത്തേക്ക് പോകാറ് പോലുമില്ല പേടിച്ചിട്ട് എന്ന് ഉസ്താദ് പറയുകയുണ്ടായി. അതേപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ഉപാധ്യക്ഷനായ മഹാനായ ഈ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. കേരളത്തിലെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്ക ഉസ്താദിന്റെ അതേ താവഴിയിൽ ജീവിക്കുന്ന മഹാനായ ശൈഖുന സുലൈമാൻ ഉസ്താദ്. മഹാനവറുകളെ പറ്റിയിട്ട് ഞങ്ങളോട് കഴിഞ്ഞ വർഷം ഹജ്ജ് ക്ലാസിൽ മക്കത്ത് വെച്ച് ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് ഒരു സമയത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ദുആ ചെയ്ത സമയത്ത്, ദുആ ചെയ്തപ്പോൾ കരഞ്ഞു ദ്വാരുന്നപ്പോൾ മൂപ്പരുടെ ഉസ്താദിന്റെ മൂക്കിൽ നിന്ന് ഒരൽപ്പം വെള്ളം മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് പതിച്ചുപോയി. അത് മനഃപൂർവമല്ല, നമുക്കറിയാം കരച്ചിലാണ്, ദ്വാരന്ന് കരഞ്ഞതാണ്. ആ കരച്ചിൽ ഒരൽപ്പം വെള്ളം അവിടെ ചാടിപ്പോയി തന്റെ മൂക്കിൽ നിന്ന്. എന്നിട്ട് ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞു, എത്ര തുടച്ചിട്ടും ടവല് കൊണ്ടും ഷാള് കൊണ്ടൊക്കെ എത്ര തുടച്ചിട്ടും ഉസ്താദ് മതിയാകുന്നില്ല മസ്ജിദുൽ ഹറാമിന്റെ പരിശുദ്ധി. ആ പള്ളിയുടെ പരിശുദ്ധിയെ മാനിക്കാനുണ്ടോ കൂട്ടരെ? നമ്മളെ കൊണ്ടാകുന്നു. അള്ളാഹു നമുക്ക് അദബുകേട് വരുത്താതെ തിരിച്ചു പോരാൻ, ആ പള്ളിയിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. ഈ രീതിയിൽ അവിടുത്തെ അദബുകളൊക്കെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇമാം ഷഹറാനിയുടെ ലവാഖിഉൽ അൻവാർ ഖുദ്സിയ എന്ന ലോകപ്രസിദ്ധമായ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കള്, ഞാനിതൊക്കെ പറയുന്നത് ആ പറയുന്ന അദബിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം നമ്മൾ ദുർബലരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ മസ്ജിദുൽ ഹറാമിൽ എത്തുമ്പോൾ നമ്മൾ പേടിയോടെ കഴിച്ചുകൂടണം. ഈ സ്ഥലം എന്നിൽ നിന്ന് വല്ല കുരുത്തക്കേടോ അദബുകളോ ഇവിടെ സംഭവിക്കുമോ എന്ന് പേടിക്കണം. ഇമാം ഷഹറാനി ലവാഖിഉൽ അൻവാറിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരിൽപ്പെട്ട പല ആളുകളും പരിശുദ്ധമായ മക്കത്ത് ചെന്നിട്ട് നീണ്ട 15 ദിവസം അവിടെ താമസിച്ചിട്ട് ഒരിക്കൽ പോലും പുണ്യമക്കയിൽ വെച്ച് കക്കൂസിൽ പോയിട്ടില്ല, മൂത്രമൊഴിച്ചിട്ടില്ല. കാരണം അവര് പേടിക്കുന്നത് എന്റെ മൂത്രം കൊണ്ടും എന്റെ മലം കൊണ്ടും മലിനമാക്കാനുള്ള മണ്ണല്ല മക്കയുടെ മണ്ണ് എന്ന ചിന്തയോടെ ജീവിച്ച ഔലിയാക്കളുണ്ട്. ഇങ്ങനെ ജീവിക്കാൻ നമ്മളെ കൊണ്ടാവൂല, നമുക്കറിയാം. പക്ഷേ അദബ്, പരിശുദ്ധ മക്കയിലെ അദബ്, പുണ്യ മദീനയിലെ അദബ് നിങ്ങൾക്കറിയില്ലേ? ലോകത്തെ പ്രസിദ്ധ പണ്ഡിതനായ മഹാനായ ഇമാം അബ്ദുല്ലാഹി യാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീന മുനവ്വറയിലെ സിയാറത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് സമ്മതം കിട്ടിയിട്ടേ ഞാൻ അകത്തേക്ക് കയറുള്ളൂ എന്ന് മൂപ്പർ ശഠിച്ചു. മദീന മുനവ്വറയുടെ ആ നാടിന്റെ വാതിൽക്കൽ മൂപ്പർ നിന്നു. എനിക്ക് സമ്മതം കിട്ടാതെ ഞാൻ ആ നാട്ടിലേക്ക് കയറൂല എന്ന് ഇമാം യാഫിഈ പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം യാഫിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യാഫി നീ തിരിച്ചു പോകണം ഈജിപ്തിലേക്ക്, മിസ്രിലേക്ക്. എന്നിട്ട് 7 ഔലിയാക്കളുടെ മക്കാമിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അവരുടെയൊക്കെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്ത് ആമുഖമൊക്കെ നടത്തിയിട്ട് മതി മദീനയിലേക്ക് വരാനെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ തിരിച്ച് മദീനയുടെ കവാടത്തിൽ നിന്ന് മിസ്രിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അവിടെ പോയി ആ പറയപ്പെട്ട 7 മക്കാമിലും സിയാറത്ത് ചെയ്ത്
വീണ്ടും തിരിച്ച് മദീനയുടെ കവാടത്തിലെത്തിയപ്പോൾ സ്വപ്നദർശനമുണ്ടായി, കയറാം യാഫിഈ എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നത്. മദീനയിൽ തങ്ങളടുത്തേക്കല്ല, മദീന എന്ന മണ്ണിലേക്ക് കടന്നത് എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്റെ മക്കളെ, മദീന എന്ന മണ്ണ്, മക്ക എന്ന മണ്ണ്, ആ മണ്ണിനോളം മുബാറക്കായ മറ്റൊരു മണ്ണുണ്ടോ ലോകത്ത്? ആ പള്ളികളുടെ അത്രയും പോരിശയുള്ള പള്ളിയുണ്ടോ? അള്ളാഹു നമ്മെ അവിടെ എത്തിക്കുമാറാവട്ടെ. ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് അള്ളാഹു തആല നമ്മെ വല്ലാതെ പരീക്ഷിക്കും. ഇതൊക്കെ ഞങ്ങളോട് ഉസ്താദുമാര് നമുക്ക് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അള്ളാഹു നമ്മെ വല്ലാതെ പരീക്ഷിക്കും. പരീക്ഷിക്കാനുള്ള സംവിധാനത്തിൽ തന്നെയാണ് ഹജ്ജിന്റെ പരിപാടി അള്ളാഹു സംവിധാനിച്ചത്. കാരണം എന്താണ്? പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു തആല കർശനമായ ഒരു നിയമം വെച്ചു വിശുദ്ധമായ ഇസ്ലാമിൽ. അതെന്താണ്? അതിലൂടെ തൊട്ടപ്പുറത്തോടെ ഒരാണ് സിയാറത്ത് ചെയ്യുമ്പോൾ ആ ആണിന്റെ തൊട്ടപ്പുറത്തോടെ സിയാറത്ത് അല്ല മറ്റേ തവാഫ് ചെയ്യുമ്പോൾ ആ ആണിന്റെ തൊട്ടപ്പുറത്ത് തവാഫ് ചെയ്യുന്ന ഒരു പെണ്ണിനോട് ഇസ്ലാമിക ശരീഅത്ത് കർശനമായി പറഞ്ഞു, മുഖം മറയ്ക്കാൻ പാടില്ല, മുഖം തുറന്നിട്ട് വേണം തവാഫ് ചെയ്യാൻ. ലോകത്തെ ഏറ്റവും വലിയ കോടതി അള്ളാഹുവിന്റെ ദർബാറ്, ആ ദർബാറിനോളം ആ കെട്ടിടത്തോളം പവറുള്ള ഒരു കെട്ടിടത്തെ ദുനിയാവിൽ അല്ല വെച്ചിട്ടില്ല. അങ്ങനത്തെ വീടിന്റെ മുന്നില് ഒരാണിനെ അള്ള നടത്തുന്നു, തൊട്ടപ്പുറത്ത് മുഖം തുറന്നിട്ടുകൊണ്ട് പെണ്ണിനെയും നടത്തുന്നു. അള്ള പരീക്ഷിക്കുകയാണ്. എന്റെ ദർബാറിന്റെ മുമ്പിൽ ഇവൻ എന്താണ് കാണിക്കുന്നത്? ഇവന്റെ ലക്ഷ്യം എന്താണ്? ഇവന്റെ കണ്ണെങ്ങോട്ടാണ്? അള്ള പരീക്ഷിക്കുകയാണ്. പരീക്ഷണത്തിൽ അള്ളാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ. ഹാജിമാർക്ക് അള്ളാഹു തആല തുണ നൽകുമാറാവട്ടെ. നമുക്ക് ആ സ്ഥലത്തൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലൊക്കെ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ സ്ഥാപനത്തിന് വേണ്ടിയും സ്ഥാപനത്തിന്റെ മക്കൾക്കൊക്കെ വേണ്ടിയും പരിശുദ്ധമായ ദുആക്ക് ഇജാബത്തുള്ളതായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം, എല്ലാ പുണ്യമുള്ള സ്ഥലങ്ങളിലും നിങ്ങളെയൊക്കെ ദുആ ഉണ്ടാകണം. നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഹജ്ജുൻ മബ്റൂറിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലമില്ല, അത് മുത്തനബി പറഞ്ഞു. പക്ഷേ എന്താണ് മബ്റൂറായ ഹജ്ജ്? ആ മബ്റൂറായ ഹജ്ജ് എന്തെന്നും മഹാനായ ഉസ്താദ് ഇവിടെ വിശദീകരിച്ചു. ആ മബ്റൂറായ ഹജ്ജിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് 40-45 ലക്ഷത്തോളം ജനങ്ങൾ കൂടുമ്പോൾ തിക്കുണ്ടാകും, തിരക്കുണ്ടാകും. അള്ള നമ്മെ പരീക്ഷിക്കുകയാണ്. ഈ തിക്കിലും തിരക്കിലൊക്കെ ഏതെങ്കിലും ഒരാളെ കണ്ടിട്ട് അയാളുടെ തിക്കിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ കറുത്ത മുഖം കണ്ടിട്ട് ചൂടാകുന്നവനാണോ ഹജ്ജുമ്മ? അള്ള പരീക്ഷിക്കുകയാണ്. ആ ചൂടാകലിൽ നമ്മൾ മയങ്ങിപ്പോയാൽ നമ്മുടെ സാധാരണയുള്ള ശരീരപ്രകൃതി അനുസരിച്ച് നമ്മുടെ ഒരു മനസ്സനുസരിച്ചുള്ള ആ കോപ്രായങ്ങൾ നമ്മൾ മക്കത്തും മദീനത്തും എടുത്താൽ വലിയ കാര്യമൊന്നും ഉണ്ടാകൂല നമ്മുടെ പോക്കിന്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഹജ്ജിനൊക്കെ ചെല്ലുന്ന ആളുകൾക്കറിയാം, കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറുന്ന ലിഫ്റ്റ് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. ആ ലിഫ്റ്റിലേക്ക് കയറുന്ന ഒരേ സമയത്ത് അതിന്റെ ഉള്ളിൽ ഇടിച്ചു കയറുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവരൊക്കെ അതിന്റെ അകത്തുള്ള ആ തിക്കിലും തിരക്കിലും 14ാമത്തെ നിലയിലേക്കും 15ാമത്തെ നിലയിലേക്കും കയറിപ്പോകാൻ ചിലപ്പോൾ ബിൽഡിംഗിൽ ലിഫ്റ്റിന്റെ സംവിധാനം കുറവുണ്ടായിരിക്കും. ആ സമയത്ത് ആളുകളുടെ തിക്കും തിരക്കും പാടവും ആർക്കും ക്ഷമയില്ല. ഇതാണ് ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് ഞാൻ ഉപദേശിക്കുകയല്ല, ഉണർത്തുകയാണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ആ ക്ഷമയ്ക്ക് മാത്രമാണ് പ്രതിഫലം. മുത്തനബി പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മബ്റൂറായ ഹജ്ജ്, അതിനെപ്പറ്റി വിശദീകരിച്ചപ്പോൾ മുത്തനബി പറഞ്ഞു, മബ്റൂറായ ഹജ്ജിന് 2 ലക്ഷണമാണുള്ളത്, 2 കാര്യമാണുള്ളത്. ഒന്ന്, സലാം വ്യാപിപ്പിക്കുക. ഹജ്ജ് ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ സംഗമിക്കുന്ന സ്ഥലം. അവിടെ വെച്ച് നമ്മൾ ഹാജിമാരെ കാണുമ്പോൾ എല്ലാ ഹാജിമാരോടും നമ്മൾ സലാം വ്യാപിപ്പിക്കുക. മറ്റൊന്ന്, ഭക്ഷണം കൊടുക്കുക. ഇതാണ് മുത്തുനബി ഹദീസിലൂടെ പഠിപ്പിച്ച മബ്റൂറായ ഹജ്ജിന്റെ വേറെ ചില ഗുണങ്ങള്. ഇമാം ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൂഹുൽ ബയാൻ തഫ്സീറിൽ ഒരു ഭാഗത്ത് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മബ്റൂറായ ഹജ്ജിനെ പറ്റി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഭക്ഷണം കൊടുക്കുക, സലാം വ്യാപിപ്പിക്കുക. ഹജ്ജ് മബ്റൂറാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഹജ്ജ് വേളയില് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കാൻ കാരണമായി തീരും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ അറഫാ ദിനത്തിന്റെ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസ് മണ്ണുവാരി തലയിലിട്ട് കരയുന്ന അട്ടഹസിക്കുന്ന ദുൽഹിജ്ജ 9 എന്ന അറഫാ മൈതാനിയിലെ സംഗമം നമുക്കറിയില്ലേ മക്കളെ? നമ്മുടെ നാടാകുന്ന ഇന്ത്യയുടെ പരിസരത്തുള്ള ശ്രീലങ്കയുടെ മലയുടെ മുകളിൽ ഇറങ്ങിയ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമും മഹദിയായ ബീബി ഹവ്വ
റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ വെല്ലിമ്മയും അഥവാ ജിദ്ദയിൽ ഇറങ്ങിയ വെല്ലിമ്മയും ഇവർ തമ്മിൽ ഒരുപാട് കാലഘട്ടം സഞ്ചരിച്ചു, കാണാതെ. ഭൂമിയിലാകെ രണ്ടുപേരാണ്, ഒരാണും ഒരു പെണ്ണും. ഇവർ തമ്മിൽ കാണാതെ കരഞ്ഞുകൊണ്ട് ഒരുപാട് സഞ്ചരിച്ചു. അവരുടെ സംഗമ ഭൂമിയാണ് അറഫ മൈതാനി. കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അറഫ യഅരിഫു എന്ന പദത്തിന് തന്നെ അറിഞ്ഞു എന്നാണല്ലോ അർത്ഥം. ആ പദം കൊണ്ടാണ് അറഫ എന്ന നാടിന് പേര് വന്നത്. കണ്ടറിഞ്ഞ സ്ഥലമാണ്, ഉമ്മയും ബാപ്പയും കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ മൈതാനി. ആ അറഫ മൈതാനിയില് ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഉമ്മയും ബാപ്പയും പരസ്പരം കണ്ട് സന്തോഷിച്ചതായ ആ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ നിങ്ങൾ സംഗമിച്ചിരിക്കണം, മക്കൾ കൂടിയിരിക്കണം, എന്നിട്ടേ പോകാവൂ. അതുകൊണ്ടാണല്ലോ അറഫയിൽ കൂടാത്ത ഒരാൾക്ക് ഹജ്ജില്ല. ജിഹാദിമാരെ അള്ളാഹു അറഫയിൽ എത്തിക്കുമാറാവട്ടെ. അന്നത്തെ ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിയിടുന്ന രൂപത്തിലുള്ള ആ ഏറ്റവും സുഹൃതങ്ങൾ നിറഞ്ഞ അള്ളാഹുവിന്റെ കടാക്ഷങ്ങൾ പെയ്തിറങ്ങുന്ന അറഫ ദിനത്തിലെ ദുആയില് പ്രിയപ്പെട്ട ഹാജിമാരെ, പാവപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ മക്കളെയും ഈ സ്ഥാപനത്തിന്റെ ശില്പിയായ ഉസ്താദിനെയും മറ്റു ഉസ്താദുമാരെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക. എല്ലാ രംഗത്തുമുള്ള ദുആയിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ യാത്രയിൽ ഉടനീളം അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. മഹാന്മാരുടെ ഫൈദ് ഫുയൂദാത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.